അങ്ങനെ നമ്മുടെ സതിയുടെ കഥ രണ്ടാം ഭാഗം തുടങ്ങുകയാണ്. അങ്ങനെ സതി ശിവനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ശിവനും സതിയും കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, അമ്മ എങ്ങനെ കയറി കണ്ടാൽ പിന്നെ പ്രശ്നമാവും, ഞാൻ ഫോൺ വയ്ക്കട്ടെ എന്ന് ചോദിച്ചു ശിവനോട്. ശിവൻ പറഞ്ഞു, വെക്ക്, നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ശരിയെന്ന് സതി പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചു. അങ്ങനെ പിറ്റേന്ന് സതി രാവിലെ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി. അമ്മയോട് യാത്ര ചോദിച്ചു. അമ്മ, ഞാൻ പോവുകയാണ്. അമ്മ പറഞ്ഞ്, നോക്കിയൊക്കെ പോണേ മോളെ എന്ന് പറഞ്ഞു. ശരി അമ്മേ എന്ന് പറഞ്ഞ് സതി വീട്ടിൽ നിന്നും കുറച്ച് നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ ബാഗിൽ ഫോണിൻ്റെ ബെല്ല് കേൾക്കുന്നു. അപ്പോൾ സതിക്ക് മനസ്സിലായി ശിവനായിരിക്കുമെന്ന്. അങ്ങനെ അവൾ ഫോൺ എടുത്തു. ചിരിച്ചുകൊണ്ട് ചോദിച്ച്, എന്താ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡ് എത്താറായി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദൂരെ കാർ ഇട്ടിട്ടുണ്ട്, നീ വന്ന് കയറണം. സതി പറഞ്ഞു, ഓ ശരി എന്ന് ശിവനോട് പറഞ്ഞു. അങ്ങനെ അവൾ നടന്ന് ശിവൻ്റെ കാറിൽ ചെന്ന് കയറി. അപ്പം ശിവൻ പറഞ്ഞു, ഞായറാഴ്ച എനിക്ക് ഓഫീസില്ല, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് ചിറ്റിയാലോ? അയ്യോ, എന്നെ വിടില്ല, എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും. നീ എന്തെങ്കിലും കള്ളം പറയാൻ ശിവൻ പറഞ്ഞു. എന്ത് കള്ളം പറയാനാ? മായയുടെ വീട്ടിൽ എന്തെങ്കിലും ബുക്ക് മേടിക്കാൻ പോണെന്നോ പറഞ്ഞ് ഇറങ്ങ്, ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യാം, ഞാൻ ബൈക്കുമായിട്ട് വരാമെന്ന് സതിയോട് ശിവൻ പറഞ്ഞു. സതി പറഞ്ഞു, നോക്കട്ടെ, ഒക്കുമെങ്കിൽ വരാം, ഞാൻ വിളിക്കാമെന്ന് ശിവനോട് തിരിച്ചു പറഞ്ഞു. കോളേജ് എത്തി, എന്നെ ഇവിടെ ഇറക്കൂ. ശരി, ടാറ്റ പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. അങ്ങനെ ഞായറാഴ്ചയായി. രാവിലെ സതി ആലോചിച്ചു. ശിവൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച 10 മണിയാകുമ്പോൾ നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്ന്. അത് എങ്ങനെ അമ്മയോട് പറയും എന്ന് ചിന്തിച്ച് നിന്നു. പെട്ടെന്ന് അമ്മ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മേ, എന്താടി? അമ്മ, എനിക്ക് ഇന്ന് മായയുടെ വീട്ടിലൊന്ന് പോകണം, എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. എന്ത്? മായ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ, അവൾക്ക് കാല് വയ്യമ്മേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞു. അച്ഛനോ അമ്മേ? അച്ഛൻ പുറത്തേക്ക് പോയേക്കുകയാണ്, ആരെയോ കാണണമെന്ന് പറഞ്ഞു. നീ അച്ഛൻ വരുന്നതിന് മുമ്പേ വരാമെന്ന് സതി പറഞ്ഞു. ശരിയെന്ന് അമ്മയും പറഞ്ഞു. അങ്ങനെ സതി സന്തോഷത്തോടെ റൂമിൽ കയറി ശിവനെ വിളിച്ചു. 10 മണിയാവുമ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങാം, അപ്പോഴും വിളിക്കാം. ശിവൻ പറഞ്ഞു, നീ 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കണം. നീ ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ പിക്ക് ചെയ്യാം. സതി ഓ എന്ന് പറഞ്ഞു. അങ്ങനെ സതി സന്തോഷത്തോടെ പോയി ഡ്രസ്സൊക്കെ മാറി ആഹാരമൊക്കെ കഴിച്ച്, അമ്മേ, ഞാൻ മായയുടെ വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങിയ സതി ശിവനെ വിളിച്ചു. ഞാൻ നടന്നു വരികയാണ്. ശിവൻ പറഞ്ഞു, ഞാൻ ദാ വരുന്ന എന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ ബൈക്കുമായി ചെന്നു. സതിയുടെ അടുത്ത് നിർത്തി. സതി ഞെട്ടി. ഒരു ഹെൽമെറ്റും വെച്ച് ഒരാൾ. ഞാനാണ്, ബൈക്കിൽ വന്നു, ആരെങ്കിലും കാണില്ലേ? ഞാൻ ബൈക്കിൽ വന്നാൽ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ശിവൻ പറഞ്ഞു, നിന്നെ ആരും കാണില്ല, ഈ ഹെൽമെറ്റ് നിൻ്റെ തലയിൽ വെച്ചോ, ഞാൻ ഓട്ടിച്ചോളാം എന്ന് പറഞ്ഞു. സതിക്ക് ഹെൽമെറ്റ് കൊടുത്ത് സതിയുടെ അടുത്ത് കയറാൻ പറഞ്ഞു. അങ്ങനെ സതിയും ശിവനുമായി. പിന്നെ ശിവൻ പറഞ്ഞു, നമുക്ക് ആദ്യം പാർക്കിൽ പോവാം, പിന്നെ ഒരു സിനിമ കാണാം, എന്താ? അപ്പം സതി പറഞ്ഞു, ശിവൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ശിവനെന്ന് വിളിക്കേണ്ട, എന്നെ ചേട്ടാ എന്ന് വിളിച്ചാൽ മതി. ശിവൻ ചേട്ടാ എന്ന് ശിവൻ പറഞ്ഞു. നാണത്തോടെ സതി പറഞ്ഞു, ഞാനിനി ശിവൻ ചേട്ടാ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പാർക്കിലൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ടിട്ട്, 5 മണി കഴിഞ്ഞു, എൻ്റെ വീട്ടിൽ ഇന്ന് പ്രശ്നമാവുമല്ലോ, എന്നെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, അതിനെന്താ, പെട്ടെന്ന് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സിനിമാ തിയേറ്ററിൽ നിന്ന് എളുപ്പം ഇറങ്ങി വണ്ടിയും എടുത്ത് സതിയെയും കൊണ്ട് ശിവൻ ഓട്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു ഐസ്ക്രീം കട. എന്തായാലും നമുക്കൊരു ഐസ്ക്രീം കുടിച്ചിട്ട് പോവാം. സതി പറഞ്ഞ്, വേണ്ട, താമസിച്ചു, കുഴപ്പമില്ല, നല്ല ഐസ്ക്രീമാണ്, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് സതിയും ശിവനും അവിടെ ആ കടയുടെ മുമ്പിൽ നിന്ന് ഓരോ ഐസ്ക്രീം മേടിച്ചു കഴിച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ദൂരെ ഒരാൾ നിൽക്കുകയായിരുന്നു. അവർ തിരിച്ച് ബൈക്കിൽ കയറി പോണതും അയാൾ അവിടെ നിന്ന് നോക്കി. എന്നിട്ട് ഇങ്ങേര് മനസ്സിൽ പറഞ്ഞു, ഇത് രവിയുടെ മോളല്ലേ, ഈ പയ്യനുമായിട്ട് എന്തിനാണ് ഈ പെൺകുട്ടി കറങ്ങി നടക്കുന്നത്? ഇതാ രവിയുടെ മോള് സതി തന്നെയാണ്, എനിക്ക് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രവിയെ അയാൾ കണ്ടു. രവി, നിന്റെ മോളെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഒരു പയ്യനുമായിട്ട് കണ്ടല്ലോ. എൻ്റെ മോളെയോ? അതെ, സതിയെ ഞാൻ കണ്ട്. ഒരു കടയിൽ നിന്ന് ഐസ്ക്രീം 2 പേരും കൂടി കഴിച്ചിട്ട് ബൈക്കിൽ കയറി 2 പേരും പോണത് ഞാൻ കണ്ടു. നിന്റെ മോള് സതി തന്നെയാണ്. രവി ഞെട്ടി. എൻ്റെ മോളോ?
എന്ന് ഈ ഞായറാഴ്ച അവൾ വീട്ടിലുണ്ടായിരുന്നല്ലോ, പിന്നെ അത് ഏത് പെൺകുട്ടി? ഇനി അവളെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് അയാൾ പറഞ്ഞു. രവി അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നല്ലതുപോലെ നോക്കിയിട്ട് പറയണ്ടേ, എന്തിനാ ആവശ്യമില്ലാതെ പെൺകുട്ടികളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ രവി, നിനക്കൊന്നും തോന്നരുത്, എനിക്ക് കണ്ടപ്പോൾ നിന്റെ മോളാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, വേറൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. രവി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ രവി വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ലീലയെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരൂ, എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ. അങ്ങനെ ഭാര്യ ലീല ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് ഭർത്താവ് രവിക്ക് കൊണ്ട് കൊടുത്തു. എന്താ ഒരു വല്ലാതെ മുഖം ഇരിക്കുന്നത്? ഒന്നുമില്ല. ഈ ഞായറാഴ്ച സതി എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് രവി ചോദിച്ചു. അവള് മായയുടെ വീട്ടിൽ പോയിരുന്നു, എന്തോ പ്രോജക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു പോയത്. എപ്പോഴും വന്നു? 10 മണിക്ക് പോയിട്ട് 4 മണിയായപ്പോൾ അവൾ വന്നു എന്ന് രവിയോട് ലീല പറഞ്ഞു. ഭർത്താവിനോട് ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചതേ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛനായ രവിക്കൊരു സംശയം. ബാക്കി കഥ അടുത്ത വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം.